الحمد لله الواحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ നിയമാവലികളെ ജീവിതത്തിലുടനീളം കഴിവിൻപടി പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണമേ എന്ന് ആമുഖത്തിൽ പരസ്പരം ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അഖീദത്തു അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ എന്ന വളരെ വലിയ ഒരു വിഷയത്തിൻ്റെ 2 ഖുതുബകളാണ് നാം നിർവഹിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഖുതുബയിൽ ശുദ്ധ പ്രകൃതിയിൽ നിലനിൽക്കണം, അതിന് ഈമാനോടുകൂടിയുള്ള ഇസ്തിഖാമത്താണ് നമുക്ക് ആവശ്യമുള്ളത് എന്നും ആ ഈമാനോടുകൂടിയുള്ള ഇസ്തിഖാമത്തിൽ നിലനിന്ന് കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ പ്രത്യേകമായ പരിഗണനയും വിജയവും നമുക്കുണ്ടാകുമെന്ന് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഏറ്റവും നല്ല വിശ്വാസി ആരാണ്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവനേക്കാൾ, ക്ഷണിക്കുന്നവനേക്കാൾ നിങ്ങളിൽ ഉദാത്തമായ ഉത്തമമായ വാക്ക് പറയുന്നവൻ മറ്റാരാണുള്ളത്? മാത്രമല്ല വഅമില സ്വാലിഹൻ, കേവലം ദഅവത്ത് മേഖലയിൽ ഏതെങ്കിലും നിലക്കുള്ള സാന്നിധ്യം നിലനിർത്തുക എന്നത് ഒഴിച്ച് ബാക്കി ജീവിതത്തിൽ മറ്റു സൽക്രമങ്ങളും ഇബാദത്തുകളും നല്ല നിലപാടുകളുമൊന്നും ഇല്ല എങ്കിൽ അത് കേവലം ജാട മാത്രമാണ്. അത്തരക്കാരായ ആളുകൾക്ക് അവരുടെ പരിശ്രമം കൊണ്ട് നാളെ റബ്ബിൻ്റെ സന്നിധിയിൽ ഒരു ഫضലും ലഭിക്കുകയില്ല, ഒരു ഫായിദയും ലഭിക്കുകയില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് എന്ത്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സ്വാലിഹൻ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഉദാത്തമായ ഉത്തമമായ വാക്ക് പറയുന്നവൻ മറ്റാരുമില്ല.
അതോടൊപ്പം വഅമില സ്വാലിഹൻ, സ്വാലിഹായ ഒരു അമൽ ചെയ്യുന്ന വ്യക്തിയായി നീ മാറണം. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ് എന്ന് ഉറക്കനെ പറയാൻ കഴിയുന്ന ഒരു ആർജവം, അതാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്കുണ്ടാവേണ്ടത്. ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് നിർബന്ധമായ നമസ്കാരത്തിലും അല്ലാതെയുമൊക്കെ പ്രാരംഭ പ്രാർത്ഥന എന്ന് പറയുന്ന ദുആഉൽ ഇസ്തിഫ്താഹ്, നമസ്കാരത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ നാം പറയുന്ന ഒരു പ്രാർത്ഥനയാണ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർളി ഹനീഫൻ മുസ്ലിമൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട്. അതെല്ലാം പറയുന്നത് എന്താണ്? ലാ ശരീക ലഹു ബിദാലിക ഉമിർതു അന അവ്വലുൽ മുസ്ലിമീൻ എന്നാണ്. അപ്പോൾ റബ്ബിൽ പങ്കു ചേർക്കാത്ത ആ ഹനീഫി മതം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് റബ്ബേ ഞാൻ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറയുമ്പോൾ, പ്രഖ്യാപിക്കുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതം അതിന് അനുസരിച്ചുകൊണ്ട് വിശുദ്ധി ഉള്ളതാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുകയാണ്. 4-ാം അധ്യായം സൂറത്തു നിസാ, ആ സൂറത്തു നിസാഇൻ്റെ 136, 137 ആയത്തുകളിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ഈ വിഷയത്തിൽ നാം നിലനിർത്തേണ്ട നിലപാടുകളെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്, വിശുദ്ധ ഖുർആനിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹി, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സാക്ഷികളായ നിലയിൽ നിങ്ങൾ നീതി പുലർത്തിക്കൊണ്ട് നിങ്ങൾ നിലനിൽക്കണം. എന്നിട്ട് അല്ലാഹു 136-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ വആമിനൂ ബില്ലാഹി വറസൂലിഹി, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ ഈമാനുള്ളവരെ, വിശ്വാസികളായ മനുഷ്യരെ, ആമിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കണം. വൽ കിതാബി അല്ലദീ നസ്സല അലാ റസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനെ, ലോകമാനവതക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ചു തന്ന വേദഗ്രന്ഥങ്ങളിലും ആ റസൂലിലും നിങ്ങൾ വിശ്വസിക്കണം. വൽ കിതാബി അല്ലദീ അൻസല മിൻ ഖബൽ, അതിനു മുമ്പ് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ വിശ്വസിക്കണം. വമൻ യക്ഫുർ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസുലിഹി വൽയൗമിൽ ആഖിരി ഫഖദ് ളല്ല ളലാലൻ ബഈദാ, ആ റസൂലിലും അന്ത്യദിനത്തിലും അവിശ്വസിക്കുന്നവരാരോ അവർ തീർച്ചയായും വഴിദൂരം പിഴച്ചു പോയിട്ടുള്ള ആളുകളാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഇന്നല്ലദീന, ചില ആളുകളുണ്ടല്ലോ, അവരാരാണ്? ആമനു, അവര് ഈമാൻ കിട്ടിയവരാണ്, ഹിദായത്ത് കിട്ടിയവരാണ്, തൗഹീദ് അത് നിലനിർത്തിയവരാണ്, ശിർക്കിനെതിരെ അഹോരാത്രം പടപൊരുതിയ ആളുകളാണ്. എന്നാൽ അല്ലാഹു പറയാണ്, സുമ്മ കഫറൂ, ആ ഈമാൻ അവർക്ക് അല്ലാഹു ഗിഫ്റ്റായി നൽകി, അത് നിലനിർത്താൻ കഴിയാതെ അവർ വീണ്ടും സുമ്മ കഫറൂ, വീണ്ടും ബാത്തിലേക്ക് പോയി. സുമ്മ കഫറു, അവർ നിഷേധിച്ചു. സുമ്മ ആമനു, വീണ്ടും ഇസ്ലാമിനകത്തേക്ക് തന്നെ വന്നു. സുമ്മ കഫറു, വീണ്ടും പുറത്തു പോയി. കണ്ടോ? അപ്പൊ ഈമാൻ അല്ലാഹു തആല നൽകി, ഹിദായത്ത് നൽകി, ആ ഈമാനും ഹിദായത്തും ഒക്കെ നിലനിർത്തി മരണം വരെ ആഖിബത്ത് നന്നാക്കി ജീവിക്കുക എന്നുള്ളതാണ് മുഅ്മിനീങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ഡ്യൂട്ടി. കാരണം മതമേഖല ഇന്ന്, മതകമ്പോളങ്ങൾ ഇന്ന് കലുഷിതമായ അന്തരീക്ഷമാണ്. മതമേഖലയിൽ നാനാജാതി വിശ്വാസങ്ങളും അഭിപ്രായങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെയുള്ള വിഭാഗീയതകളും എല്ലാം കടന്നു വരുമ്പോൾ നമ്മളെല്ലാം ആ ഫസ്റ്റ് ഖുതുബയിൽ ഞാൻ പറഞ്ഞതുപോലെ ആ ഖൽബ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അതാണ് അഖീദ. ആ ആടിയ ഖൽബിനെ പിടിച്ചു നിർത്താൻ കഴിയാതെ അപകടത്തിൽ പറ്റിയ ആളുകളെ പറ്റിയാണ് അല്ലാഹു തആല 137-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്. 136-ലോ വിജയം പ്രാപിച്ച ആളുകളെ പറ്റി പറഞ്ഞു, വഴിതെറ്റുന്ന ആളുകളുടെ നിലപാടുകൾ പറഞ്ഞു. എന്നിട്ടുള്ള പറയുകയാണെന്ന്, അവർ വിശ്വസിക്കുകയും പിന്നെ നിഷേധിക്കുകയും പിന്നെ വിശ്വസിക്കുകയും പിന്നെ സുമ്മസ്ദാദൂ കുഫറാ, വീണ്ടും അവർ നിഷേധത്തിലേക്ക്, പിഴവിലേക്ക് പോവുകയും അങ്ങനെ അവരുടെ കുഫർ, അവരുടെ എല്ലാ തരത്തിലുള്ള ബാത്തിലുകളും അത് അവരിൽ വർദ്ധിച്ചു വന്നു. ലം യകുനില്ലാഹി ലിയഗ്ഫിറ ലഹും വലാ ലിയഹ്ദിഹും സബീലാ,
അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. അവരെ നേരായ വഴിയിൽ അല്ലാഹു തആല ചേർക്കുകയുമില്ല. അപ്പൊ അവർക്ക് അല്ലാഹു തആല ലിയഗ്ഫിറ ലഹും വലാ ലിയഹ്ദിഹും സബീല, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കൂല, അവരെ ഹിദായത്തിലാക്കൂല. അപ്പൊ പടിയടച്ച് പിണ്ടം വെക്കുക എന്ന് പറഞ്ഞില്ലേ, നമ്മൾ പറയില്ല പടിയടച്ച് പിണ്ടം വെക്കുക. എന്താ സംഭവം? അത് റബ്ബ് നൽകിയ ഹിദായത്തിനെ നിലനിർത്താൻ കഴിയാത്ത ആളുകളായി നമ്മൾ മാറുകയാണ്. ഈ സംസാരിക്കുന്ന ഞാൻ കേൾക്കുന്ന മുഅ്മിനീങ്ങളായ നമ്മളെല്ലാവരും അങ്ങനെ പലതരത്തിലുള്ള നിലപാടുകളിലേക്കും ചാഞ്ചാടിയും ചെരിഞ്ഞും നിലനിർത്തിയുമൊക്കെ മുന്നോട്ട് പോയവർ തന്നെയാണ്. പക്ഷേ ഹക്ക് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൃത്യമായ അവസരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ മാർഗത്തെ മുറുകെ പിടിക്കണം. ഒരിക്കലും കുഫറിനോടും ബാത്തിലിനോടും ഷിർക്കിനോടും അത്തരത്തിലുള്ള ഹറാമുകളോടും നാം ഒരിക്കലും തന്നെ ഒരു സമന്വയം ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലൂടെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ, ആ സൂറത്ത് ആൽ ഇംറാന്റെ 156-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ കാര്യം വീണ്ടും നമുക്ക് അതാ പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹു തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു തരികയാണ്. എന്താണ്? വലാ തകൂനൂ കല്ലദീന കഫറൂ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തകൂനൂ കല്ലദീന കഫറൂ, നിങ്ങൾ ഒരിക്കലും തന്നെ ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും തന്നെ നിഷേധികളോട് നിങ്ങൾ ഒരിക്കലും സാമ്യപ്പെടാൻ പാടില്ല. സത്യനിഷേധത്തോട് ഒരിക്കലും നമ്മൾ സമന്വയപ്പെട്ടു പോകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ നിങ്ങൾ ജീവിക്കണം. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 110-ാമത്തെ ആയത്തിലുള്ള അല്ലാഹു തആല വീണ്ടും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല ഒരു സമുദായമാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഏറ്റവും നല്ല ഖൈറായ ഉമ്മത്താണ്. എന്താണ് അല്ലാഹു തആല നിങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി എന്ന് ചോദിച്ചാൽ, തഅ്മുറൂന ബിൽ മഅറൂഫി, ജനങ്ങൾക്ക് നിങ്ങൾ സദാചാരം കൽപ്പിച്ചു കൊടുക്കണം, നന്മ നിങ്ങൾ അവർക്ക് ഉപദേശിക്കണം, എത്തിച്ചു കൊടുക്കണം. വതൻഹൗന അനിൽ മുൻകരി, അവരെ ശിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, ഹറാമിൽ നിന്ന്, എല്ലാ വെറുക്കപ്പെട്ട മഅസിയത്തുകളിൽ നിന്നും നിങ്ങൾ അവരെ തടയുകയും വേണം. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹു തആലയിൽ ദൃഢമായി വിശ്വസിക്കുകയും വേണം. അപ്പൊ അതാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഖൈർ ഉമ്മത്ത്. ആ ഉമ്മത്തിന്റെ നിലപാട് എന്താണ്? നിഷേധമാണോ? അല്ല, അതിര് വിട്ടു പോകലാണോ? രണ്ടും പാടില്ല. നിഷേധവും അതിരുവിടലും എന്താണ്? അത് രണ്ടും കുഫറാണ്, രണ്ടും ബാത്തിലാണ്. അതായത് നമ്മുടെ കേരളക്കരയിൽ ഇന്ന് പല മതസംഘടനകളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ അതാണ്. ഒന്ന് നിഷേധിക്കുക, അങ്ങനൊന്നുമില്ല, അത് അങ്ങനല്ല ഇങ്ങനല്ല എന്ന് പറയാം. മറ്റൊന്നോ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, സ്വഹാബത്തിന് പഠിപ്പിച്ച ആ അതിർവരമ്പ് ചാടിക്കടഞ്ഞ് ഗവേഷണം നടത്തി പല കൗലും പല കീലകളും പല കാലകളും, അങ്ങനെ അഭിപ്രായമുണ്ട്, ഇങ്ങനെ അഭിപ്രായമുണ്ട്, ആ മഹാൻ ഇങ്ങനെ പറഞ്ഞു, ആ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു, ഈ ശൈഖ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഗവേഷണം നടത്തിയിട്ട് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോവുക. മുൻഗാമികളായ യഹൂദികളും നസാറാക്കളും വഴിപിഴച്ചതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അവർ കസ്റത്തു സുആൽ, അധികരിച്ച ചോദ്യം അവരെ വഴിതെറ്റിച്ചു എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കസ്റത്തു ജവാബ്, അധികരിച്ച മറുപടിയും അങ്ങനെ തന്നെയാണ്. അധികരിച്ച ചോദ്യങ്ങളും അധികരിച്ച മറുപടികളും മനുഷ്യനെ വഴിതെറ്റിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ ഒരിക്കലും അധികരിച്ച ചോദ്യത്തിനോ അധികരിച്ച മറുപടിക്കോ നമ്മൾ പോവേണ്ട. നമുക്കറിയാത്തൊരു വിഷയമാണോ, വായ പൂട്ടി അവിടെ വെക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാം എത്ര വലിയ ഇൽമുള്ളവരാണ്, പാണ്ഡിത്യമുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിതം പങ്കുവെച്ചവരാണ്. അവരടുത്ത് വന്നിട്ട് ഒരു മസാല ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഹുക്മ ചോദിച്ചാൽ, ഒരു ഫത്വ ചോദിക്കാൻ വേണ്ടി ചെന്നാൽ അവർ പറയുന്നത്, നിങ്ങൾ അബ്ദുല്ലാഹി മസ്ഊദിനെ സമീപിച്ചോളി, ഉമർ ഖത്താബ് നിങ്ങളോട് ചോദിച്ചോളി. അതെന്താ? അവർക്ക് പേടിയാണ്. ദീനിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് അത് അള്ളാഹു അവൻ്റെ റസൂലും പറഞ്ഞതിനെതിരായാൽ നാളെ പരലോകത്ത് ഞാൻ
പ്രതിക്കൂട്ടിലാകും. 4 മദ്ഹബിന്റെ ഇമാമുകളും വഫാത്തിന്റെ സന്ദർഭങ്ങളിൽ അവർ കരഞ്ഞുകൊണ്ടാണ് മരിച്ചുപോയത്. പാപം ചെയ്തിട്ടല്ല, തെറ്റ് ചെയ്തിട്ടല്ല. ഞങ്ങൾ ദീനിൽ ധാരാളം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ഖുർആനിനും സുന്നത്തിനും എതിരാണെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ഞങ്ങളുടെ അവസ്ഥ എന്താകും എന്ന് സൂക്ഷ്മത പാലിച്ചവർ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഹോമിയോപ്പതിക്കാരൻ്റെ ഗുളികപ്പൊതിമാരിയാണ് ഇസ്ലാമിന്റെ ഫത്വ. തോന്നിയവർക്കൊക്കെ തോന്നിയ കോലത്തിൽ മടക്കി ചുറ്റിയാണ് കൊടുക്കുക. അത് ഹലാല്, ഇത് ഹറാം. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ഹലാല് വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. നമുക്ക് ബൈനഹുമാ അൽ മുതശബ്ബിഹാത്ത്, സംശയാസ്പദമായ കാര്യങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും സൂക്ഷ്മതയിൽ നിലപാടിൽ ഉറച്ചാണ് നിൽക്കണം. അതാണ് നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ ഏറ്റവും നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിളരും. നമ്മളൊക്കെ കേട്ട ഹദീസ. ആ കേട്ട ഹദീസിൽ നമ്മൾ കേട്ടത് എന്താണ്? കുല്ലുഹും ഫിന്നാരി ഇല്ലാ മില്ലത്തൻ വാഹിദ. 72 നരകത്തേക്ക്, 1 മാത്രം സ്വർഗത്തേക്ക്. എല്ലാ വിഭാഗവും പറയും ചെയ്യും. ഈ ഹദീസ് എല്ലാവരും പറയും, എന്നിട്ട് പറയും ഞങ്ങളാണ്. എന്നാൽ ഈ ഹദീസിന്റെ വേറൊരു വേർഷൻ ഉണ്ട്. അതേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമൂഹം 73 വിഭാഗമായി പിളരും. അതിലേറ്റവും മുൻപുള്ള വിഭാഗമാരാണെന്ന് അറിയുമോ? അത് ഇയ്യാക വഅസ്ഹാബുർ റഈ, ദീനിൽ സ്വന്തം നിലപാട് പറയുന്ന ആളുകളാണ്. എന്നിട്ട് അവരെന്ത് പറയും? അവർ സ്വന്തം നിലപാട് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? ഹലാലിനെ ഹറാമാക്കും, ഹറാമിനെ ഹലാലാക്കും. അല്ലാഹു തആല ഹലാലാക്കിയതിനെ അവർ ഹറാമാക്കും, അല്ലാഹു ഹറാമാക്കിയതിനെ അവർ ഹലാലാക്കും. അവർ സ്വയം വഴിതെറ്റുകയും മറ്റുള്ളവരെ വഴിതെറ്റുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇയ്യാക വഅസ്ഹാബുർ റഈ, നിങ്ങൾ ദീനിൽ അഭിപ്രായം പറയുന്ന ആളുകളെ സൂക്ഷിക്കണം. ഫഇന്നഹും അഅദാഉസ് സുന്ന, അവർ പ്രമാണത്തിന്റെ ശത്രുക്കളാണ്. ദീനിൽ സ്വന്തം അഭിപ്രായം പറയുന്നവൻ പ്രമാണത്തിന്റെ ശത്രുവാണ്. അയ്യത്തുൽ ഹദീസ അയഹ്ഫദുഹാ, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ, വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളെ മനസ്സിലാക്കാനും പറ്റിയില്ല. അതാണ് അവർക്ക് പറ്റിയ സംഭവം. അവരും എന്ത് ചെയ്യും? അഭിപ്രായം പറഞ്ഞ് വഴിതെറ്റിപ്പോകും. അപ്പോൾ നമ്മൾ നിഷേധത്തിലേക്കും പോകണ്ട, ഗവേഷണത്തിലേക്കും പോകണ്ട, മധ്യത്തിൽ നിൽക്കുക. ഞാൻ ഈ ഖുത്ബക്ക് വേണ്ടി ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 141-ാമത്തെ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിച്ചതാണ്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതാ, അപ്രകാരം നിങ്ങളെ ഒരു ഉത്തമ സമുദായമായി, മധ്യമ സമുദായമായി അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതാ, നിങ്ങൾ ഉമ്മത്തുൻ വസത്താണ്, മധ്യമ നിലപാടുകാരാണ്. നിഷേധിക്കാനും ഗവേഷണത്തിലേക്കും പോകണ്ട, ശാസ്ത്രത്തിലേക്ക് കൂട്ടിക്കുവയ്ക്കണ്ട. ശാസ്ത്രം ഒരു കാര്യം കണ്ടുപിടിച്ചു, അത് ഇസ്ലാമായി യോജിപ്പിച്ചാൽ അൽഹംദുലില്ലാഹ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തെ ഇസ്ലാമിന്റെ ഇങ്ങോട്ട് ഇസ്ലാമിന്റെ നിയമങ്ങളെ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുള്ളൂ, അങ്ങനെ നമ്മൾ പറയേണ്ടതുള്ളൂ. ഈ കാലഘട്ടത്തിൽ നമ്മൾ ആ പഴഞ്ചൻ സംസ്കാരങ്ങളും ആ പഴഞ്ചൻ നിലപാടും പറയണ്ട എന്ന് പറഞ്ഞ ദീനിനോട് ഒരു വൈക്ലഭ്യം, ആ വേഷവിധാനങ്ങളോട്, സംസ്കാരങ്ങളോട്, നിലപാടുകളോട്, കണിഷ്ഠതയോടൊക്കെ ഒരു തരം പുച്ഛമനോഭാവം ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിൽ വലിയ ഫിത്ന ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലൂടെ അല്ലാഹു തആല ഒരു ഉത്തമ സമുദായത്തെ നമുക്ക് കാണിച്ചു തന്നു. ആ സമുദായമായി നിങ്ങൾ മാറണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു. അതാണ് വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത ലിതകൂനു ശുഹദാ അലന്നാസി വയകൂന റസൂല അലൈക്കും ഷഹീദാ. നിങ്ങളെ അല്ലാഹു തആല ജനങ്ങൾക്ക് സാക്ഷിയായിട്ടാണ് നിലനിർത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ദീൻ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സാക്ഷിയാണെങ്കിൽ ആ സാക്ഷി നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് തോന്നിയത് നമുക്ക് പറയാൻ പറ്റില്ല, തോന്നിയ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് സത്യമത് എത്ര കയ്പുള്ളതാണെങ്കിലും അത് പറയൽ നിർബന്ധമാണ്. സത്യമത് എത്ര കയ്പുള്ളതാണെങ്കിലും അത് പറയൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും ഉജ്ജ്വലമായ ആ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ ലോകത്ത് അമ്പിയാക്കന്മാരും സ്വാലിഹീങ്ങളും സജ്ജനങ്ങളും ശുഹദാക്കളുമൊക്കെ ഇന്നുണ്ടായത്, കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ അതുണ്ടായത്. അവർ ചരിത്രത്തിൻ്റെ താളുകൾ പരിശോധിക്കുമ്പോൾ അവർ അനുഭവിച്ച വളരെയധികം പ്രയാസം അതാണ്. അതുകൊണ്ട് നമ്മൾ ദീനിൽ ഉറച്ചു നിൽക്കുക, അതോടൊപ്പം തന്നെ കുഫറിനോട് നമ്മൾ ഒരിക്കലും
പിന്നെ സമന്വയപ്പെടാതെ അതിനോട് ബറാഅത്ത് പ്രഖ്യാപിക്കുക, കൂടികളാകാതിരിക്കുക. അതേപോലെ തന്നെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും കുഫറിനെയും ബാത്തിലിനെയും ഹറാമുകളെയും പിൻപറ്റാതിരിക്കുക എന്നതാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം പറഞ്ഞതിൻ്റെ ചുരുക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബ. ഈമാൻ എന്ന് പറഞ്ഞാൽ 70 ചില്ലാനം ശാഖകളുള്ളതാണ്. അതുകൊണ്ട് ആ ഈമാനിൻ്റെ എല്ലാ ശാഖകളും പഠിച്ച് അതിൽ അഫ്ളലായതും അതിൽ ചെറുതായതും ഒക്കെ പഠിച്ച് സമൂഹത്തിന് മാർഗദർശനം കാണിക്കുന്ന, സമൂഹത്തിന് മുമ്പിൽ നടക്കാൻ കഴിയുന്ന ആ ഒരു ക്വാളിറ്റിയുള്ള മുസൽമാന്മാരായി നമ്മൾ മാറണം. നമ്മുടെ കുടുംബം മാറണം, നമ്മുടെ വിഭാഗങ്ങൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه أجمعين. أما بعد اتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ നിലനിർത്തണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരസ്പരം. മസ്അലത്തുൽ ഫഖിഹിയ, ഇസ്ലാമിലെ കർമ്മശാസ്ത്രപരമായ മസ്അലകൾ എന്നൊരു വിഷയം നാം രണ്ടാം ഖുതുബയിൽ പരാമർശിക്കണമെന്ന് കഴിഞ്ഞ ഖുതുബയിൽ ഓർമ്മപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് നമസ്കാരം എന്ന് പറയുന്ന ശരീരം കൊണ്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട അമൽ, ആ നമസ്കാരം നാളെ റബ്ബിൻ്റെ സന്നിധിയിൽ നമുക്കറിയാം വിശ്വാസം കഴിഞ്ഞാൽ അല്ലാഹു തആല ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാ സൽക്രമങ്ങളും അവിടെ മാറ്റിവെക്കപ്പെടും, പരിഗണിക്കൂല. അതുകൊണ്ട് നമസ്കാരം എന്ന കർമാനുഷ്ഠാനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ മദ്രസയിൽ നിന്ന് പഠിച്ചു പോകുന്ന ആ സുന്നത്തുകളും അതുപോലെ തന്നെയുള്ള ഫഖീഹായ കാര്യങ്ങളും അതങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. എത്രത്തോളം ഇനി പഠിക്കേണ്ടതുണ്ട്, നിലവിൽ പഠിച്ചത് വല്ല അപാകതകളുമുണ്ടോ, ഇതൊന്നും പല ആളുകളും എന്ത് ചെയ്യില്ല, ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ പ്രവാചക ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ച് കൊണ്ട് തന്നെ ഇസ്ലാമിലെ ചെറുതും വലുതുമായ എല്ലാ കർമ്മശാസ്ത്ര വിഷയങ്ങളും പഠിക്കണം എന്നതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഇനി രണ്ടാം ഖുതുബയിൽ ഇതുപോലെയുള്ള വിഷയങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുക എന്ന് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അതിലൊന്നാമതായി നമുക്കൊക്കെ അറിയാം, നമസ്കാരം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ വുദൂ നിർബന്ധമാണ്. വുദൂ എന്ന് പറയുന്നത് കേവലം അംഗശുദ്ധി എന്നത് മാത്രമല്ല, കയ്യും കാലും കഴുകിയിട്ട് നിസ്കരിക്കാൻ നിൽക്കുക എന്നുള്ളതല്ല, മറിച്ച് അതൊരു ചടങ്ങുമല്ല, മറിച്ച് നമ്മുടെ നമസ്കാരത്തിൻ്റെ മുഖദ്ദിമയാണ്. ആ ഇബാദത്ത് സ്വീകരിക്കാൻ ആവശ്യമായ ഒന്നാമത്തെ കർമ്മമാണ് വുദൂ. അതുകൊണ്ട് തന്നെ ആ വുദൂ സുന്നത്തനുസരിച്ച് കൊണ്ട് നിർവഹിക്കണം. രണ്ടാമത്തെ കാര്യം, ആ വുദൂ നാം സുന്നത്തനുസരിച്ച് കൊണ്ട് നിർവഹിക്കുമ്പോൾ നമസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പാപങ്ങളെ ആ വുദൂവിൻ്റെ വെള്ളങ്ങൾ കഴുകിക്കളയുന്നു എന്നതാണ് അതിലേറെ വലിയൊരു അത്ഭുതകരമായ കാര്യം. നമ്മളൊക്കെ ദിനേന കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, മൂക്കുകൊണ്ട്, ചുണ്ടുകൾ കൊണ്ട്, നാവ് കൊണ്ട്, നമ്മുടെ കൈവിരലുകൾ കൊണ്ട്, കാലുകൾ കൊണ്ട്, നമ്മുടെ ഇടപാടുകൾ കൊണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട്, സഹോദരങ്ങളെ എന്തിനേറെ ഓരോന്നും നോക്കിയാൽ നമ്മൾ എത്ര തെറ്റുകളാണ് ജീവിതത്തിൽ ചെയ്യുന്നത്. ഈ പാപങ്ങളെ നമുക്ക് കഴുകിക്കളയാനുള്ള ഒരു വലിയ അവസരമാണ് വുദൂ എന്നത് ആരാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അത് പഠിച്ചവർ മനസ്സിലാക്കി, അല്ലാത്തവരോ
അല്ലാത്തവർ വാജിക്ക് നോക്കും, ഓടി വന്ന് പൈപ്പ് തുറക്കും, വേഗം എന്ത് ചെയ്യും, അത് കഴുകി വേഗം കയറി വരും. അല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബ്ദുല്ലാഹ് ഇബ്നു സുനാബിഹ റളിയല്ലാഹു അൻഹു ഖാല, അബ്ദുല്ലാഹ് ഇബ്നു സുനാബിഹ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ തവല്ലഅ അൽ-അബ്ദുൽ മുഅ്മിന, ഒരു മുഅ്മിനായ അടിമ വുളൂ ചെയ്യുമ്പോൾ, വുളൂ ചെയ്യുന്ന സമയത്ത് ഫതമമ്മദ, അവന്റെ വായിലേക്ക് വെള്ളം അവൻ കയറ്റുമ്പോൾ, അതേപോലെ തന്നെ അവന്റെ മൂക്കിലേക്ക് അവൻ വെള്ളം കയറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഫഖറത്തുൽ ഖതായാഉ മിൻ ഫീഹി, അവന്റെ മൂക്കിലൂടെയും അവന്റെ വായിലൂടെയും അവന്റെ പാപങ്ങൾ ആ വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നു. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ മൂക്കിലൂടെ മൂക്ക് ചീറ്റുമ്പോൾ പാപങ്ങൾ ഒഴുകിപ്പോകുന്നു. അപ്പൊ നമ്മള് വുളൂ എടുക്കുന്ന സമയത്ത് നമ്മൾ വലത് കൈ കൊണ്ട് വായിലേക്ക് വെള്ളം കയറ്റുകയും അതോടൊപ്പം തന്നെ ആ വെള്ളം ഒരൽപ്പം മൂക്കിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇടത് കൈ കൊണ്ട് ചീറ്റുകയും ചെയ്യണം. അത് തരിമൂക്കൊക്കെ കയറി ഒന്നാകെ ജലദോഷം പിടിക്കുന്ന അവസ്ഥയിലേക്ക് കൂടുതൽ ശുദ്ധി കൊണ്ട് തക്കകൊണ്ട് ചെയ്യണം എന്നല്ലായി പറഞ്ഞത്. ആ ഒരു സുന്നത്ത് അവിടെ പാലിക്കണം. അപ്പൊ മൂക്ക് എത്ര ആളുകൾ വെള്ളം കയറ്റാറുണ്ട്? ഇനി വെള്ളം കയറ്റാൻ ചിലർക്ക് അലർജി പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ആ വായു കുപ്പിക്കുന്ന സമയത്ത് മൂക്കിന്റെ ഉള്ളിലൊന്ന് ആ വെള്ളം നിറഞ്ഞ കൈവിരലുകളൊന്ന് കയറ്റാറുണ്ട്. അത് ശ്രദ്ധിക്കണം. നബി പറഞ്ഞത് അതാണ്. അപ്പോ വായിലൂടെയും മൂക്കിലൂടെയും അത് പോകും. അതേപോലെ അവൻ കൈകൾ കഴുകുമ്പോൾ അവന്റെ കൈവിരലുകളിലൂടെ അവന്റെ നഖത്തിലൂടെ അവന്റെ പാപങ്ങൾ പോകും. അവൻ തല തടവുന്ന സമയത്തും ഇതുപോലെ തന്നെ അവന്റെ മുടികളിലൂടെ അവന്റെ അവന്റെ തലമുടിയിലൂടെയും അവൻ ചെവി തടവും അവന്റെ കാതിലൂടെയും അവന്റെ പാപങ്ങൾ പുറത്തു പോകുന്നു. ഇതുപോലെ അവൻ കാല് കഴുകുമ്പോൾ അവന്റെ കാൽ വിരലിന്റെ നഖങ്ങളിലൂടെ അവന്റെ പാപങ്ങൾ പുറത്തു പോകുന്നു. ആ രൂപത്തിൽ അവർ വുളൂ ചെയ്തുകൊണ്ട് പിന്നീട് നമസ്കാരം പൂർത്തിയാക്കിയാൽ അല്ലാഹു തആല പൂർണ്ണമായും അത് അവരിൽ സ്വീകരിക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പ്രിയമുള്ളവരെ ഈ ഒരു കർമ്മശാസ്ത്ര മസ്അല ഒന്ന് മനസ്സിലാക്കുക. കർമ്മശാസ്ത്ര മസ്അല ഒന്ന് മനസ്സിലാക്കുക. വുളൂവിന്റെ വെള്ളം ബർക്കത്തുള്ള വെള്ളമാണ്. വുളൂവിന്റെ വെള്ളം പവിത്രമാണ്. അതൊരിക്കലും നമുക്ക് ഒരു ചടങ്ങായി നിർവഹിക്കാനുള്ളതല്ല, മറിച്ച് അത് അതിൻ്റെ നിയ്യത്തോടുകൂടി ആ ആത്മാർത്ഥതയോടുകൂടി മനസ്സിൽ ഈ പാപങ്ങൾ ഈ വെള്ളത്തിലൂടെ പുറത്തു പോകട്ടെ എന്ന ഒരു ചിന്ത ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പൊ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അസ്ർ നമസ്കാരം മുതൽ ഇനി വുളൂ എടുക്കുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിലും ഈ ഒരു ഹദീസ് ഓർമ്മ വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമിനെ നമുക്ക് എല്ലാവർക്കും പ്രധാനം നൽകുമാറാകട്ടെ. നമ്മിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇപ്പം നേരത്തെ ഖുതുബ അവസാനിപ്പിക്കാനുള്ള കാരണം നമ്മുടെ പള്ളിയിൽ ഉള്ള പല ആളുകളുടെയും ബന്ധുവായ ഒരു സഹോദരൻ, പേരെനിക്കറിയില്ല, അവിടെ നമ്മുടെ മഹലിലെ ആ ഖബർസ്ഥാനിലാണ് മറവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആ പള്ളിയിൽ അവരെ ഖുതുബ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമസ്കാരം ആരംഭിക്കും, കൂടുതൽ സമയം നിൽക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ മയ്യത്ത് നമസ്കാരത്തിന് പങ്കെടുക്കണമെന്ന നിയ്യത്തുള്ള ആളുകളിലുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ നിർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണപ്പെട്ട സഹോദരനും അതുപോലെ നമ്മുടെ ബന്ധുമിത്രാദികളായ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. കടബാധ്യതകളെല്ലാം തീർത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നല്ല രീതിയിൽ യാത്ര പോകാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اهدنا الصراط المستقيم صراط الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين. ربنا تقبل منا صلاتنا وصيامنا وركوعنا وسجودنا واعتذارنا وصدقاتنا
يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أقول قولي هذا أستغفر الله.